നമ്മൾ അത്ര സന്തോഷമുള്ളൊരു വാർത്തയല്ല പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വന്നതാണത്. ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ് നമ്മൾ. കടുവയ്ക്കായുള്ള തെരച്ചിൽ അതങ്ങനെ തുടരുകയാണ്. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് RRT സംഘമൊക്കെ തന്നെ. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ്. പ്രതിഷേധം എന്നതിനേക്കാൾ അപ്പുറത്ത് അവരുടെ ആ ഒരു വേദന, ദുഃഖം, ആശങ്ക, ഭയം അതൊക്കെ തന്നെയാണ് ഏറ്റവും അധികം നമ്മളെയും വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ടീം അവരുടെ ഒപ്പം തന്നെയുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ ഒരുപാട് പേർ അവർക്കൊപ്പം തന്നെ നീങ്ങുന്നുണ്ട്. നാട്ടുകാർ കൂടി നിൽക്കുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് ആരും നിൽക്കാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് നടക്കില്ല. എന്നും സാധാരണ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെല്ലുവിളികളും ഉള്ളപ്പോഴും അവരതങ്ങനെ കാര്യങ്ങൾ നീക്കി ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. എത്രയോ നാളുകളായി അവരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ സുരക്ഷ അത് ഉറപ്പുവരുത്തണം, എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഇതിനൊന്നും ഒരു പരിഹാരം ആകുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവരെ ഇത്രയധികം പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ കടുവ കൊന്നവരുടെ വിവരങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. 2020-ലും 2023-ലും 2025-ൽ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ രാധയുടെ അതിദാരുണമായ വിയോഗം അത് വന്നിരിക്കുന്നു. 2015 മുതലുള്ള കണക്കുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. 2015-ൽ 2 പേരാണ്. മുത്തങ്ങയിൽ ഭാസ്കരൻ, കുറിച്യാട് ബാബുരാജ്. 2017-ൽ തോൽപ്പെട്ടിയിൽ ബസവൻ, കുറിച്യാടിൽ 2019-ൽ ജഡയൻ, ശിവകുമാർ ചെതലത്ത് 2020-ലാണ് അത് സംഭവം ഉണ്ടായത്. 2023-ൽ സാലു പുതുശ്ശേരിയിൽ വെച്ച്, വാഗേരി പ്രജീഷ് 2023-ൽ. നമ്മളത് കഴിഞ്ഞ കാലം എന്ന രീതിയിൽ അത് ഓർമ്മിക്കുകയാണ് ഇപ്പോഴും. ഏറ്റവും ഒടുവിലായി രാധ പഞ്ചാരക്കൊല്ലിയിൽ ഇപ്പോൾ ഇന്നുണ്ടായ അപകടം. അങ്ങനെ 10 വർഷത്തിനിടെ 8 പേരുടെ മരണം. രാധയുടേത് കൂടിയാകുമ്പോൾ അത് 8ആയി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കടുവ കൊന്നു എന്നുള്ളതാണ്. കൂടാതെ 2008 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ പലതരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ 1000-ലേറെ പേർ നമ്മുടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. കടുവകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു ഭാഗത്ത് കണക്കുകൾ വരികയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഏത് തരത്തിലേക്ക് ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതിലേക്ക് വളരെ വേഗം സർക്കാർ പോകേണ്ടതാണ്. ആ സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ഓരോ തവണയും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകും, അതിനുശേഷം പിന്നീട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇതേ തരത്തിലേക്ക് പോകാൻ കഴിയില്ല. അത് പോകുന്നത് ഒട്ടും നല്ല കാര്യമല്ല എന്നുള്ളതാണ്. അനാസ്ഥ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്, മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിസ്സംഗതയാണ് എന്നൊക്കെ നമ്മൾ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും കേൾക്കുന്നതാണ്. ഇന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊക്കെ കാണുന്നുണ്ട്. ദൗർഭാഗ്യകരം എന്നൊക്കെയുള്ള വാക്കിൽ അദ്ദേഹം വിശേഷിപ്പിക്കുമ്പോൾ എന്താണ് ഓരോ കുടുംബത്തിനും ഉണ്ടാകുന്ന നഷ്ടം എന്നൊക്കെയുള്ളതിലേക്ക് കടന്നു ചെല്ലുക, ആഴത്തിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പഠനം നടത്തി പരിഹരിക്കേണ്ടതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടായത് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവമാണിത്. അവസാനത്തെ സംഭവമാകട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ്.